പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോനാഥ, തിരുവോസ്തുരൂപനായി ദിവ്യകാരുണ്യമായി സ്നേഹമായി നീ ഞങ്ങളുടെ കൂടെയായിരിക്കുമ്പോൾ ഈ കൃപയുടെ സമയം, മനുഷ്യമക്കളുടെ മേൽ അനന്തമായ നിന്റെ കരുണ ചൊരിഞ്ഞ സമയം, പൂർണ്ണമായ ഹൃദയത്തോടെ നിന്നിൽ പൂർണ്ണമായ ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, ഈ ഒരു നിമിഷം നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും യോഗ്യരാക്കി. നിന്റെ കരുണയിലേക്ക് നീ ഞങ്ങളെ സ്നേഹത്തോടെ മാടി വിളിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയിൽ അഭയം പ്രാപിക്കുന്നവരെ നീ ഒരിക്കലും തള്ളിക്കളയത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ആ ഒരു വലിയ ബോധ്യത്തോടെ നീ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരുണയിലേക്ക് നീ ആകർഷിക്കുമ്പോൾ, ഈശോയെ, നിന്റെ കരുണയിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു നിമിഷത്തിൻ്റെ, ഈ ഒരു മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിച്ചുകൊണ്ട് ഒന്നു ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ 123 സങ്കീർത്തനം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് സങ്കീർത്തകൻ്റെത്. സങ്കീർത്തകൻ പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവരെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കുന്നത് പോലെ, ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേറ്റുന്നത് പോലെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു, സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഈശോയെ, ആ ഒരു വലിയ അനുഭവത്തിലൂടെ സങ്കീർത്തകൻ കടന്നുപോയ അതേ അനുഭവത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ട്. ഒത്തിരിയേറെ ആളുകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രയാസം അല്ലെങ്കിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒത്തിരിയേറെ നിന്ദനങ്ങളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്, എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജന്മമെന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ സ്വന്തം ജീവിതത്തെ പഴിക്കുന്നുണ്ട്. കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്ന കാര്യമാണ്. സങ്കീർത്തകനെ പോലെ കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അതായത് ഈശോ വെളിപ്പെടുത്തിയ കാര്യം, വിശുദ്ധ ഫൗസ്റ്റിനായിക്ക് വെളിപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നവരെ ഞാൻ ഒരു സമയത്ത് പോലും ഉപേക്ഷിക്കത്തില്ല. അവരുടെ മരണസമയത്ത് എപ്പോഴും ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. വലിയ ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഈശോ തൻ്റെ കരുണയിലേക്ക് എല്ലാ മക്കളെയും ക്ഷണിക്കും. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ഒരു വലിയ ബോധ്യം ഒത്തിരിയേറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ജീവിതത്തിൽ ഇത്രമാത്രം സഹനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത്? മറ്റുള്ളവർ നമ്മളെ പഴിക്കുമ്പോഴും മറ്റുള്ളവർ നമ്മളെ തകർക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴൊക്കെ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കാനും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാനും ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം പുസ്തകം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. ദാവീദ് ചെറുതായിരുന്ന സമയത്ത്
ഇസ്രായേൽ ജനതയുടെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം നേരിടുകയാണ്. ഇസ്രായേൽ ജനതയെ തോൽപ്പിക്കുവാനായി ഫിലിസ്തീയർ ഒരു സൈന്യവുമായിട്ട് തോൽപ്പിക്കുവാനായിട്ട് യുദ്ധത്തിനായിട്ട് വന്നിരിക്കുകയാണ്. അവരുടെ നേതാവായിട്ടുണ്ടായിരുന്നത് ഗോലിയാത്താണ്. അത്രമാത്രം ശക്തനായിരുന്ന ഒരു വ്യക്തിയെ ഇതിനു മുമ്പ് അവരാരും കണ്ടിട്ടില്ല. വചനത്തിൽ പറയുന്നത് അവന് 6 മുഴവും 1 ചാൺ പൊക്കമുണ്ടായിരുന്നു എന്നാണ്. ഏകദേശം ഒരു 10 അടിയോളം. അത്രമാത്രം ഭീമാകാരനായ ഒരു വ്യക്തി. അതുപോലെ തന്നെ പടച്ചട്ടകളൊക്കെ അണിഞ്ഞ് വളരെ വെയിറ്റ് കൂടിയ പടച്ചട്ടകളൊക്കെ ധരിച്ച് ഇസ്രായേൽ ജനതയെ തോൽപ്പിക്കുവാനായിട്ട് നിൽക്കുകയാണ്. ഇസ്രായേൽ ജനത മുഴുവനും പേടിച്ചോടാൻ വേണ്ടി നിൽക്കുക. ഇത്രമാത്രം വലിയ ഭീകരനായ ഗോലിയാത്തിനെ കണ്ട് ഇസ്രായേൽ ജനത പിന്തിരിഞ്ഞോടാൻ നോക്കുമ്പോൾ ദാവീദ് ഒരു ചെറിയ പയ്യൻ സൗൽ രാജാവിൻ്റെ അടുത്തുനിന്ന് പറയുകയാണ്, ഇസ്രായേൽ ജനത്തെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ പരിഹസിക്കുന്ന ഗോലിയാത്തിനെ ഇല്ലാതാക്കാൻ എന്നെ അയച്ചാൽ. എല്ലാവരും പരിഹസിച്ചു. ഒത്തിരിയേറെ ആളുകൾ ദാവീദിനെ പരിഹസിച്ചു. കാരണം പിന്നൊരു ചെറിയ പയ്യൻ, എത്രമാത്രം യുദ്ധത്തിൽ പ്രാവീണ്യമുള്ള എല്ലാവരും ഗോലിയാത്തിനെ കണ്ട് തിരിഞ്ഞോടി സമയത്ത് എല്ലാവരും ദാവീദിനെ ഒരുപോലെ പരിഹസിച്ചു. നീ ഒരു ബാലനാണ്, അവനെ എതിർക്കുവാനായിട്ടുള്ള ശക്തിയൊന്നും നിനക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ കളിയാക്കി. അപ്പോൾ അതിനൊക്കെ മറുപടിയായിട്ട് സൗൽ രാജാവിനോട് ദാവീദ് പറയുന്ന കാര്യമാണ്, ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ സിംഹത്തെയും കരടിയെയും ഒക്കെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്, ഇതിനെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്, ഇതിനെയൊക്കെ തോൽപ്പിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ആടുകളെ സംരക്ഷിക്കുവാനായി. അവിടെയൊക്കെ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിച്ചത് എൻ്റെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനത്താലാണ്. ദൈവത്തിൻ്റെ ശക്തി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗോലിയാത്തിനെ ഇല്ലാതാക്കാനും ആ ഒരു വലിയ ദൈവിക ശക്തി എന്നിലുണ്ടാവും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ പരിശുദ്ധനിലാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കവണയും കല്ലുമായിട്ട് ശക്തനും ധീരനുമായ ആ ഗോലിയാത്തിനെ തറപറ്റിക്കുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും അനുഭവം. ഇത്രമാത്രം നിസ്സാരനായ ദാവീദിന് ഇതെങ്ങനെ സാധിച്ചു? ദാവീദ് വിശ്വസിച്ചിരുന്നത് ഇത്രമാത്രം അവനെ സഹായിച്ചിരുന്നു. അവരുടെ പരമ്പരയുടെ വിശ്വാസം ഉൾക്കൊള്ളുന്ന ശക്തനായ ദൈവത്തിലായിരുന്നു, ഇസ്രായേലിൻ്റെ ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തി അവനിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിക്കുമ്പോഴും ഇതുപോലുള്ള അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലും കാണും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിതിനൊന്നും സാധിക്കത്തില്ല. എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ പറയും, അയ്യോ എനിക്കിതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തെ മറികടക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ. ഞാൻ എന്തുമാത്രം പരിശ്രമിച്ചിട്ടും എൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റുന്നില്ലല്ലോ. ചില ദുശ്ശീലങ്ങളായിക്കോട്ടെ, ചില ജീവിത സാഹചര്യം, ജീവിത പ്രശ്നങ്ങളായിക്കോട്ടെ, ചില വഴക്കുകളായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിക്കുവാൻ പലപ്പോഴും നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കുണ്ടാകാറുണ്ട്. നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി നമുക്ക് പറയാൻ പറ്റുമോ, നിന്നേക്കാൾ വലിയ ഒരു ദൈവമാണ് എനിക്കുള്ളത്, നീ എത്രമാത്രം നിസ്സാരനാണ്, നിന്നേക്കാൾ വലുതാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം. അതായിരുന്നു ദാവീദിൻ്റെ ഏറ്റവും വലിയൊരു ബലം. ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം ദാവീദിനെ ഇസ്രായേൽ ജനതയുടെ ശക്തനായ ഒരു രാജാവാക്കി മാറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ അവൻ ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെയാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്ന് ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഒത്തിരിയേറെയുണ്ട്. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും തകർക്കപ്പെടുന്ന അവസ്ഥകളും, എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു സംതൃപ്തിയോ സന്തോഷമോ ഇല്ലാതെ വരുന്ന ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ട്. അവിടെയൊക്കെ ദൈവം നമ്മളോട് പറയുന്ന കാര്യം, മകനെ മകളെ നീ എന്നിൽ ആശ്രയിക്കും. ദൈവകരുണയിലൂടെ ഈശോ നമ്മോട് പറയുന്ന കാര്യം, പിതാവായ ദൈവത്തിൻ്റെ കരുണയിൽ നിങ്ങളെല്ലാവരും ആശ്രയിക്കുക, എന്നിൽ അഭയം പ്രാപിക്കുക, നിത്യജീവനിലേക്കുള്ള വഴി ഞാൻ നിനക്ക് തുറന്നു തരും.
പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം 123 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയുന്നത് പോലെ, ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ കൂടെ ആയിരിക്കുന്ന ദൈവം ഒരു കൈ അകലത്തിൽ നമ്മളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനും കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കും. നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത് കർത്താവിൻ്റെ വലിയ സ്നേഹത്തിലേക്കും കരുണയിലേക്കുമാണ്. നിന്റെ ബലഹീനതയിൽ നിന്നെ ബലപ്പെടുത്തുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവമാണ് ഞാൻ, നീ എന്നിലേക്ക് കടന്നു വരൂ എന്നുള്ള ഒരു വലിയ ആഹ്വാനം ദിവ്യകാരുണ്യത്തിലൂടെ തരികയാണ്. പക്ഷെ നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു ഉറപ്പും കൂടെയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഒരിക്കലും ഞാൻ നിന്നെ കൈവിടിയത്തില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ആരൊക്കെ മറന്നാലും, പെറ്റമ്മ മറന്നാൽ പോലും ഞാൻ നിന്നെ മറക്കത്തില്ല. അത്രമാത്രം ഉറപ്പോടുകൂടെ നമ്മളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കായിരുന്നു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ നിന്റെ വലിയ സ്നേഹവും കരുണയും ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ തകർന്നു പോകുന്നതാണ്, തളർന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്കൊരു വലിയ ശക്തിയായിട്ട് മാറണമേ. ഈശോയുടെ ആശീർവാദത്തിനായിട്ടൊരുക്കുന്ന സമയം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കുവാനായ മനസ്സിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പ്രത്യേക നിയോഗങ്ങളെല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും എല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, വലിയ തീക്ഷ്ണതയോടെ ആഴമായ വിശ്വാസത്തോടെ നിന്റെ കരുണയിൽ അഭയം പ്രാപിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാവരും നിന്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുവാനായിട്ട് ഉള്ള വലിയ മാനസാന്തരം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, വ്യക്തിപരമായ ആവശ്യങ്ങളും എല്ലാം സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. പൂർണ്ണമായ നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് താണുസ്വരത്തിൽ അങ്ങ് സ്തുതിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ ആശീർവാദത്തിനായി ഞങ്ങളിത് മുട്ടുകൂത്തുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ മേൽ നിന്റെ കരുണ ചൊരിയണമേ. താണുസ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.